I gave them the keys of my government house. ഞാൻ അവർക്ക് ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയുടെ താക്കോൽ ഞാൻ അവർക്ക് They threw me out of the house. അവരെ എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. And I was feeling very happy. ആ സമയത്ത് പക്ഷേ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. I don't want that dirty house. എനിക്ക് അങ്ങനത്തെ കൊള്ളരുതാത്ത ഒരു വീട് എനിക്ക് വേണ്ട. And I told them also that look, I have millions of houses in India. My house is in the hearts of the people of Kerala, people of Uttar Pradesh, the people of Assam. ഞാൻ അവരോട് അത് മാത്രമല്ല അതുകൂടി പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ തമിഴ്നാട്ടിലുള്ള, കേരളത്തിലുള്ള, ഉത്തർപ്രദേശിലുള്ള, ആസാമിലുള്ള ജനലക്ഷങ്ങളുടെ മനസ്സിൽ എനിക്കൊരു വീടുണ്ട്, എനിക്ക് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I walked 4,000 kilometers Kanyakumari through Kerala to Kashmir. കന്യാകുമാരിയിലും കേരളത്തിലൂടെ കാശ്മീരിലേക്ക് ഞാൻ 4000 കിലോമീറ്റർ നടന്നു. One of my knees is still hurting me. ഇപ്പോഴും എന്റെ ഒരു മുട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. Now, why is none of this happening to the Chief Minister of Kerala? എന്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എന്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? Why is his membership not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അംഗത്വം, നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? Why is his house not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? Why is he not being interrogated by the ED, CBI and all these? എന്തുകൊണ്ടാണ് ED, CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? 2 chief ministers are in jail. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. How come none of this is happening to the Chief Minister of Kerala? പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? And the second question, I am 24/7 attacking the BJP. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂർ 24/7, അതായത് രാവും പകലും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Chief Minister of Kerala is 24/7 attacking me. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി 24/7 രാവും പകലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is a bit puzzling. It's a bit surprising. ഇതൊരു ഭയങ്കര, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രശ്നം പോലെയാണ്, ഒരു പസിലാണ്. He says he is fighting ideological battle against the BJP. അദ്ദേഹം പറയാണ് ഞാൻ BJPക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But I know the BJP because when you fight ideological battle against the BJP, they attack you with everything they have. എനിക്കറിയാം, BJPക്കെതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായത് എന്തും എല്ലാ രീതിയിലും നിങ്ങളെ ആക്രമിക്കും. But there is no attack on the Chief Minister of Kerala. അതിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. It is not that there are no issues. There are corruption issues. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. So this is something the people of Kerala should think about. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. If someone is attacking the BJP will attack him 24/7. Will disturb him 24/7. Will have ED, CBI, everything behind him 24/7. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും BJPയെ യഥാർത്ഥമായി സത്യസന്ധമായി ആക്രമിച്ചാൽ BJP അവരുടെ പുറകെ ആയിരിക്കും 24 മണിക്കൂറും. EDയും CBIയും മറ്റെല്ലാം ഉപയോഗിച്ച് സാധ്യമായ എല്ലാ വിധത്തിലും BJP അവരെ തിരിച്ചാക്രമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. It was a pleasure for me to come here and speak to you. ഇവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. I cannot tell you, as a member of Parliament from Kerala, I cannot tell you what all you have taught me. കേരളത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല എത്ര മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. The genius of the people of Kerala. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഭ എന്ന് പറയുന്നത് ability to live with each other peacefully, harmoniously, affectionately. പരസ്പരം സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, പരസ്പരം സൗഹാർദ്ദപരമായി ജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭയാണ്, മികവാണ്.